ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കും. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെത്തി ഇന്ത്യയുടെ അന്തിമോപചാരം അർപ്പിച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഖബറടക്ക ചടങ്ങിലും പങ്കെടുക്കുന്നുണ്ട്. അന്തരിച്ച പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനപ്രവാഹമാണ്. റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ 4 കവാടങ്ങളാണ് വിശ്വാസികൾക്കായി തുറന്നുവച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളാണ് മണിക്കൂറുകൾ ക്യൂ നിന്ന് പാപ്പയെ അവസാനമായി കണ്ട് ആദരാഞ്ജലി അർപ്പിച്ചത്. ശനിയാഴ്ച റോമിലെ പ്രാദേശിക സമയം രാവിലെ 10-ന് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. മുൻ പാപ്പമാരെ പോലെ വത്തിക്കാനിലല്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് സംസ്കരിക്കുക. സൈപ്രസ്, ഈയം, ഓക്ക് എന്നിവ കൊണ്ട് നിർമ്മിച്ച 3 കോട് കെട്ടിയ ശവപ്പെട്ടികളിലാണ് മുൻ മാർപ്പാപ്പമാരെ അടക്കം ചെയ്തിരുന്നത്. എന്നാൽ സിംഗിൾ പൊതിഞ്ഞ ലളിതമായ മരപ്പെട്ടിയിലാണ് ഫ്രാൻസിസ് പാപ്പയെ അടക്കം ചെയ്യുന്നത്. കർദിനാൾ കോളേജ് ഡീൻ കർദിനാൾ ജിയോവന്നി ആറ്റിസ്റ്റാറിയ ആയിരിക്കും ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുക. ലോകമെമ്പാടും നിന്നുള്ള പുരോഹിതന്മാർ ചടങ്ങിൽ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്, ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ഇറ്റലി പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ല തുടങ്ങി വിവിധ ലോകരാഷ്ട്ര തലവന്മാർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സ്മരണാഞ്ജലിയുമായി തലസ്ഥാനത്ത് പ്രത്യേക പ്രാർത്ഥനയും അനുസ്മരണ സംഘവും. ലൂർദ് ഫൊറോന ദേവാലയത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിലും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. ഫ്രാൻസിസ് പാപ്പയുടെ സ്മരണകൾ നിരമ്പിയ വേദിയിൽ കക്ഷി രാഷ്ട്രീയങ്ങൾക്കും മതവ്യത്യാസങ്ങൾക്കും അതീതമായി ഏവരും പങ്കുവച്ചത് ലാളിത്യത്തിന്റെയും എളിമയുടെയും ഓർമ്മകൾ. ക്രിസ്തുവിന്റെ സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊണ്ട മഹാമനുഷ്യനാണ് ഫ്രാൻസിസ് പാപ്പയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. The departure to celebrate in a way the departure of a great soul. It has always been said that it is the celebration of the great souls when they depart from the earth. ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗം ലോകത്തിന്റെ മുഴുവൻ നഷ്ടമെന്ന് മർത്തോമ സഭ ബിഷപ്പ് ഐസക് മാർ പീലക്സിനോസ്. ഒരു ജനകീയനായ പരമാധ്യക്ഷൻ എന്ന രീതിയിൽ കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല മറ്റ് സഭകൾക്കും സർവ മനുഷ്യർക്കും വളരെയധികം ആദരവും സന്തോഷവും വെളിപ്പെടുത്തിയതായ ഒരു ജീവിതമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തെ നാം കാണുന്നുണ്ട്. ചക്രവർത്തിയെ പോലെ അന്തസ്സും ദാസിനെ പോലെ വിനയവും ഉള്ള മഹാമനുഷ്യനായിരുന്നു ഫ്രാൻസിസ് പാപ്പയെന്ന് സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി. ഒരേ സമയം തന്നെ ഏറ്റവും അത്യുന്നതമായ സ്ഥാനത്തിരിക്കുകയും എന്നാൽ തന്റെ ലാളിത്യവും വിനയവും കൊണ്ട് ഏറ്റവും ചെറുതായി നമ്മളോടൊപ്പം ഒപ്പം സഹവസിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വം. അദ്ദേഹം വിശേഷങ്ങൾക്ക് അതീതനാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തോടെ ലോകത്തിന്റെ ആത്മീയ നേതാവിനെയാണ് നഷ്ടമായതെന്നും വിവിധ സമൂഹങ്ങൾക്കിടയിലെ ആഗോള പാലമായിരുന്നു ഫ്രാൻസിസ് പാപ്പയെന്നും പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി. വലിയ നാവോടുകൂടി ഒരുപാട് പറയാൻ കഴിയുന്ന, പറയുക എന്നതിനപ്പുറത്ത് നമ്മളൊക്കെ വലിയൊരു പ്രചോദനമായിട്ട് തന്നെ സ്വീകരിച്ചിരിക്കുന്ന
ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ച് നമുക്ക് അനുസ്മരിക്കേണ്ടത്. ഫ്രാൻസിസ് പാപ്പയെ അനുസ്മരിച്ചുകൊണ്ട് പാളയം സെന്റ് ജോസഫ്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന പ്രത്യേക ദിവ്യബലിയിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികനായി. ന്യൂസ് 18 തിരുവനന്തപുരം. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, സംസ്കാര ചടങ്ങുകൾക്ക് വിപുലമായ ഒരുക്കങ്ങളുണ്ട്. സാധാരണ പാപ്പമാരുടെ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി പരമാവധി ലളിതമായി നടത്തണമെന്ന നിർദ്ദേശം ഫ്രാൻസിസ് പാപ്പയുടേതായും ഉണ്ടായിരുന്നു. എന്താണ് ആ ചടങ്ങുകളുടെ പ്രത്യേകത? എപ്പോഴേക്കും ഈ ചടങ്ങുകൾ ആരംഭിക്കും? 11 വർഷം ആഗോള സഭയെ നയിച്ച ഒരു സഹൃദയനും ഏറ്റവും മനുഷ്യസ്നേഹിയുമായ ഒരാളാണ് വിടവാങ്ങുന്നത് എന്നുള്ളതാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ, ലോക നേതാക്കൾക്കിടയിൽ ഏറെ ആദരണീയനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. നമുക്കറിയാം, അദ്ദേഹം ഇടപെടാത്ത വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല. മനുഷ്യത്വം എവിടെ ഇല്ലാതാകുന്നോ, യുദ്ധം എവിടെ സംഭവിക്കുന്നോ, അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ വ്യക്തമായും കൃത്യമായും നിലപാടുകൾ ഉറക്കെ പറഞ്ഞിരുന്ന ഒരു മഹനീയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഏറ്റവും ഒടുവിൽ ഈസ്റ്റർ സന്ദേശത്തിൽ പോലും അദ്ദേഹം ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി, പലസ്തീൻ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിലനിന്ന പശ്ചാത്തലം ഓർക്കണം. ഒപ്പം ഇസ്രായേലിലും ദുരിതം അനുഭവിക്കുന്നവർക്കൊപ്പമുണ്ട് താനെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നിരവധി തവണ റഷ്യ യുക്രൈൻ യുദ്ധത്തിലൊക്കെ അദ്ദേഹം നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിച്ച മാർപ്പാപ്പ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് ലോക നേതാക്കൾക്കിടയിൽ ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നു. പലപ്പോഴും അത്തരം ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഈ സെയിൻറ്റ് പീറ്റേഴ്സ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം റോമിലെ സെയിൻറ്റ് മേരി ബസലിക്കയിലാണ് അദ്ദേഹത്തെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ആയിരക്കണക്കിന് വിശ്വാസികൾ ഇപ്പോഴും പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് ഒഴുകിയെത്തുകയാണ് എന്നുള്ളതാണ്. 9 ദിവസമായി ഇവിടെ ദുഃഖാചരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തൻ്റെ സംസ്കാര ചടങ്ങുകൾ ലളിതമായിരിക്കണം. ഒരു ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ ലഭിക്കുന്ന തരത്തിൽ പ്രൗഢഗംഭീരമായി ഒന്നും അത് സംഘടിപ്പിക്കരുത് എന്നുള്ള ആഗ്രഹം അദ്ദേഹം വത്തിക്കാനെ അറിയിച്ചിരുന്നു. അതനുസരിച്ച് പോപ്പിൻ്റെ ഭരണപത്രത്തിൽ പറയുന്നത് ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രമേ തൻ്റെ കല്ലറയിൽ ആലേഖനം ചെയ്യാവൂ എന്നാണ്. ചടങ്ങുകൾക്കുള്ള പണമൊക്കെ ബസലിക്കയ്ക്ക് പോപ്പ് മുൻകൂറായി നൽകിയ പശ്ചാത്തലം കൂടി നമുക്ക് അറിയാം. അത് അത്തരത്തിലുള്ള ഭരണപത്രമൊക്കെ അദ്ദേഹം എഴുതി വെച്ച ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. നേരത്തെ പറഞ്ഞ പോലെ 88-ാം വയസ്സിലാണ് അദ്ദേഹം കാലം ചെയ്യുന്നത്. ദീർഘനാൾ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് മോശം കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു എങ്കിൽ പോലും ഒരു ഈസ്റ്റർ ദിനം കൂടി കടന്നാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് എന്നുള്ളത് ഏറ്റവും വൈശിഷ്ട്യമായ ഒരു കാര്യമാണ്. ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസം മരിക്കുക എന്ന മഹാഭാഗ്യം കൂടി അദ്ദേഹത്തിനുണ്ടായി. ഈസ്റ്റർ ദിനത്തിൽ അവസാനമായി വിശ്വാസികളെ അഭിസംബോധന ചെയ്യാനും ഈസ്റ്റർ ദിന പ്രസംഗം നൽകാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതായിരുന്നു. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ 1936 ഡിസംബറിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ ചരിത്രമാണ്, ചരിത്ര വിദ്യാർത്ഥികൾക്ക് പാഠമാണ്. ലാറ്റിൻ അമേരിക്കയിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്ന മാർപ്പാപ്പ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഏറെ സ്വീകാര്യതയും മറ്റുമുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ലോക നേതാക്കൾ വത്തിക്കാനിൽ എത്തിക്കഴിഞ്ഞതിനകം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ദ്രൗപദി മുർമു രാഷ്ട്രപതി അവിടെയുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിട്ടുണ്ട്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി തുടങ്ങി 180ഓളം രാഷ്ട്രത്തലവന്മാർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശ്വാസി പ്രവാഹം കണക്കിലെടുത്ത് റോമിൽ പ്രത്യേക സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, താരതമ്യേന ചെറിയൊരു പട്ടണമാണ്. അവിടേക്ക് ലക്ഷക്കണക്കിന് വിശ്വാസികൾ കഴിഞ്ഞ 9 ദിവസമായി ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതനുസരിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിരുന്നു. ഓക്ക് വാഗ മരത്തടികൾ കൊണ്ടുള്ള സൈപ്രസ് ഓക്ക് വാഗ മരത്തടികൾ കൊണ്ടുള്ള 3 പെട്ടികൾക്കുള്ളിലായി മാർപ്പാപ്പമാരെ അടക്കം ചെയ്യുന്ന ആചാരമാണ്. സാധാരണ തടിപ്പെട്ടി മതി എന്നും അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ലളിതമായ മനുഷ്യ സ്നേഹപരമായ നിരവധി ആദർശങ്ങളുടെ കൂടി ഒരു വക്താവായിരുന്നു നമ്മളെ വിട്ടുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നാണ് വിശ്വാസ സമൂഹം ഓർത്തെടുക്കുന്നത്. സൈത്ത്, അതാണ് സാഹചര്യം. എന്തായാലും 1:30 ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി, ഇന്ത്യൻ സമയം 1 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഏറ്റവും ലളിതമായി വേണമെന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. അത് പരമാവധി പാലിച്ചുകൊണ്ട് തന്നെയാണ് വത്തിക്കാൻ ആ ഒരുക്കങ്ങൾ